അള്ളാഹു പറയുകയാണ് അടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ അള്ളാഹു ചോദിക്കുന്നത് എന്താ? വജഅൽനാ നൗമകും സുബാതാ, നിന്റെ വിശ്രമത്തിനു വേണ്ടി നിനക്ക് ഞാൻ ഉറക്കത്തെ തന്നില്ലയോ? അതിരമാര് ശ്രദ്ധ പതിപ്പിക്കാത്ത പലരും അശ്രദ്ധമായി കളയുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹത്തിൽപ്പെട്ട ഈ അനുഗ്രഹത്തിൽ നിന്ന് നമുക്കിന്ന് നമ്മുടെ ഒരു ദിവസം തുടങ്ങാം. മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ? ഏറ്റവും വലിയൊരു അനുഗ്രഹം പടച്ചറപ്പിനെ ആസ്വദിച്ചുകൊണ്ടാ. ആ അനുഗ്രഹം ഏടെന്നറിയോ? നിങ്ങൾ ആരും അനുഗ്രഹത്തെ കുറിച്ച് ഇതേവരെ ചിന്തിച്ചിട്ടില്ല. അനുഗ്രഹമാണ് വജഅൽനാ നൗമകും സുബാതാ, നിങ്ങളുടെ വിശ്രമത്തിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറക്കം തന്നില്ലയോ? പടച്ച തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ ഉറക്കം. ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് വജഅൽനാ നൗമകും സുബാതാ, വിശ്രമത്തിനുതകുന്ന ഉറക്കം തന്നില്ലയോ? ഉറക്കം എപ്പോഴും സുബാത്തായിരിക്കണം. അതുകൊണ്ടാണ് ബസിന്റെ സീറ്റിൽ ചാടിയിരുന്നുറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ഉറക്കത്തിന്റെ ആഗ്രഹം തീരില്ല. ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലിരുന്ന് ഉറങ്ങിയാൽ ഉറക്കം ശരിയാവില്ല. ആ ഉറക്കം സുബാത്താവണോ? അത് വിശ്രമമാകണോ? നിന്റെ വീട്ടിൽ ചരിച്ചിട്ട കട്ടിലിന്റെ മുകളിൽ സന്തോഷമായിട്ടൊന്നുറങ്ങാ. പൊന്നുമോനെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ ഉറങ്ങാൻ കഴിയുക. എത്രയോ ആളുകളാണ് ഉസ്താദേ ടെൻഷൻ കാരണം ഉറക്കമില്ല. ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോ അള്ളാഹു പറയുകയാണ് നിനക്ക് ഞാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ചിറപ്പ് പറയുകയാ ഉറക്കമാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് എവിടെ നിന്നാ? അവൻ രാവിലെ ഉറക്കമെഴുന്നേൽക്കുകയാ, ആദ്യത്തെ ദിവസത്തിന്റെ ആരംഭം കുറിക്കുകയാ. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോനെ, ആദർശത്തിന്റെ തിരുദൂതരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത് ആദ്യം നിന്റെ ജീവിതത്തിന്റെ തുടക്കം നിർവഹിക്കുമ്പോ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങാൻ പോവുകയാ. അവർ ഉറക്കത്തിൽ എഴുന്നേൽക്കുകയാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ സമയത്തൊരു ദിവസം ആദ്യമായിട്ടൊരു വിശ്വാസിയുടെ ദിവസം തുടങ്ങുമ്പോ അവൻ ആദ്യം പറയേണ്ട വാക്കേടാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുടനെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്നെ കേൾക്കാനെത്തിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് വെറുതെ ബാക്കി ഒരു പ്രഭാഷണത്തിന് വേണ്ടി പറയുന്നതല്ല. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയൊന്നു മാറാൻ, ശൈലിയൊന്നു മാറാൻ ആദ്യം നമ്മൾ തുടങ്ങുമ്പോ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം ഉറക്കത്തിൽ എഴുന്നേറ്റാലുടനെ ആദ്യം നമ്മുടെ നാവ് പൊടിയേണ്ട വാക്കേടെന്നറിയോ? അത് പടച്ചറപ്പിന്റെ തസ്ബീഹാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ, സർവസ്തുതി ഗീതനങ്ങളും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഒരു മരണത്തിന് ശേഷം ഞാനിതാ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ. ഒരു മരണം കഴിഞ്ഞു റബ്ബേ, കഴിഞ്ഞ 8 മണിക്കൂറായി ഞാൻ മരണത്തിലായിരുന്നു. ഇപ്പോൾ നീ എന്റെ അവയവങ്ങളെ സജീവമാക്കിയിട്ട് എനിക്ക് ജീവിതം തന്ന അല്ലാഹ് എന്നാദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങേണ്ടതെന്ന് ായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം